വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. വചന വിചിന്തനം. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ഗലീലിയയിലെ കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മീൻപിടുത്തക്കാരുടെ പട്ടണമായ കഫർനാമിനെ തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കേന്ദ്രമാക്കി. മർക്കോസ് രേഖപ്പെടുത്തുന്ന യേശുവിൻ്റെ ആദ്യത്തെ സിനഗോഗിലെ പഠിപ്പിക്കലും അത്ഭുതവും കഫർനാമിലാണ് നടക്കുന്നത്. പഠിപ്പിക്കുന്നതിലൂടെ തൻ്റെ വാക്കുകളുടെ ശക്തിയും അത്ഭുതത്തിലൂടെ തൻ്റെ പ്രവൃത്തിയുടെ ശക്തിയും യേശു പ്രകടമാക്കുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ നിയുക്ത അധികാരം ഉപയോഗിച്ചാണ് പഠിപ്പിച്ചത്. നിയമജ്ഞരും ഫരിസിയരും മോശയെയും പ്രവാചകന്മാരെയും മഹാന്മാരായ റബ്ബിമാരെയും ഉദ്ധരിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചത്. എന്നാൽ യേശുവാകട്ടെ ദൈവിക അധികാരവും അറിവും ഉപയോഗിച്ചാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നവർ യേശുവിൻ്റെ വാക്കുകളിൽ വിസ്മയാഭരിതരായത്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്ത് നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക എന്ന വാക്കുകൾ കൊണ്ടാണ് യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നത്. അങ്ങനെ യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്നും പിശാചിനേക്കാൾ ശക്തനാണെന്നും വെളിപ്പെടുത്തുന്നു. നിങ്ങളെ സ്വതന്ത്രരാക്കാനും ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനാണ് എന്ന് ശരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?